ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മോക്ഷ ട്രാവൽസിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അത് നല്ലൊരു പാക്കേജായിരുന്നു. മോക്ഷ ട്രാവൽസ് ഞങ്ങൾക്ക് 2 കോർഡിനേറ്റേഴ്സിനെ തന്നിട്ടുണ്ടായിരുന്നു, അർജുൻ ആൻഡ് ആദർശ്. 2 പേരും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. ഓരോ സ്ഥലങ്ങളും ഓരോ ഇടവേളകളിലായിട്ട് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് അവിടെ എത്തിച്ചേർന്നത്. ചെന്നപാടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷപ്പ് നടത്തി. അവർക്ക് അപ്പോഴേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാജാ സീറ്റ് എന്ന ഉദ്യാനത്തിലേക്കാണ് ആദ്യം പോയത്. മടിക്കേരിയാണ് എൻ്റെ ലൊക്കേഷൻ. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 270 കിലോമീറ്റർ ദൂരെയായിട്ടാണിത്. രാജാവ് അവിടെ ഇടവേളകളിൽ വിശ്രമിക്കാനായിട്ട് വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഇവിടെ രാജാ സീറ്റ് എന്ന സ്ഥലത്തിന് പേര് വന്നത്. അതിമനോഹരമായ ഒരു ഉദ്യാനവും നല്ലൊരു വ്യൂ പോയിൻറ്റും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. രാവിലെയോ വൈകിട്ടോ ആണ് നമ്മളവിടെ എത്തിച്ചേരുന്നതെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായി അത് ആസ്വദിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നന്നായി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. മുതിർന്നവർക്കായിട്ട് അഡ്വഞ്ചർ റൈഡും അവിടെ സെറ്റ് ചെയ്തിരുന്നു. രാജാ സീറ്റിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മടിക്കേരി ഫോർട്ടിലേക്കാണ്. 17-ാം നൂറ്റാണ്ടിൽ മുദ്ദുരാജ ഉണ്ടാക്കിയ ഫോർട്ടാണ് അത്. നമ്മൾ ആദ്യം കയറിയത് ഈ ഫോർട്ടിനുള്ളിൽ ഒരു മ്യൂസിയം കാണാനാണ്. അതിന് തൊട്ട് മുന്നിലായിട്ടൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുറേ രൂപങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ച് കളഞ്ഞ കുറേ രൂപങ്ങളുണ്ടായിരുന്നു. ചിലത് പൂർണ്ണമായിട്ട് നശിച്ചതായിരുന്നു, ചിലവ ഭാഗികമായിട്ട് നശിച്ചവയായിരുന്നു. കുറേ നാണയങ്ങൾ, ആയുധങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാമഗ്രികളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. മ്യൂസിയത്തിൽ നിന്നിറങ്ങിയ ഞങ്ങൾ നേരെ ആ ഫോർട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴി വളരെ രസകരമായിരുന്നു. ഒരു കിടങ്ങുണ്ടായിരുന്നു. ആ കിടങ്ങിനെ മറികടക്കാൻ ഞങ്ങൾ അല്പം പ്രയാസപ്പെട്ടു. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. ആ ഫോർട്ടിനകത്ത് ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ടായിരുന്നു. ഈ ഫോർട്ടിനകത്ത് തന്നെ ഒരു പാലസും നമുക്ക് കാണാൻ സാധിച്ചു. ഫോർട്ടിനകത്ത് കയറാൻ നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല, എന്നാൽ മ്യൂസിയം കാണുന്നതിന് എൻട്രി ഫീ ഉണ്ട്. ഇവിടെ മൺഡേയ്സ് ഹോളിഡേ ആണ്, ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ സമയം.
ഇവിടെ നിന്നും ഞങ്ങൾ പോയത് നേരെ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ്. ഇതൊരു ടിബറ്റൻ കോളനിയാണ്. കുശാൽ നഗർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ ശാന്തമായ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് അനുഭവപ്പെട്ടത്. 1972 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ടിബറ്റൻ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമുക്കിത് ആസ്വദിക്കാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ കാണുന്ന 3 വലിയ പ്രതിമകളാണ് ബുദ്ധൻ്റേത്. വളരെ മനോഹരമായിട്ട് ഇത് അലങ്കരിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം. ഏതാണ്ട് 40 അടി ഉയരമാണ് ഈ സ്റ്റാച്യൂസിനുള്ളത്. ടിബറ്റൻ ബുദ്ധിസ്റ്റ് മിഥോളജിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഈ ടെമ്പിളിൻ്റെ ചുറ്റുപാടുമുള്ള മതിലുകളിൽ പെയിൻറ്റിങ് നടത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൃഷ്ണരാജ നഗറാണ്. ഈ ടെമ്പിളിൻ്റെ മുന്നിൽ ഇരുവശങ്ങളിലുമായിട്ട് 2 മാർബിളിൽ തീർത്ത സിംഹത്തിൻ്റെ പ്രതിമകളുണ്ട്. അതിൽ ഓരോന്നും വായ് തുറന്നാണ് ഇരിക്കുന്നത്. ആ വായ്ക്കകത്ത് ഒരു ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൈ മുട്ടിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. വളരെ രസകരമായൊരു കാഴ്ചയായിരുന്നു അത്. അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു പോകുന്നത് മടിക്കേരിയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ബാംബു ഫോറസ്റ്റിലേക്കാണ്. നിസർഗധാമ ബാംബു ഫോറസ്റ്റ് എന്നാണത് അറിയപ്പെടുന്നത്. ഈ കാണുന്ന തൂക്കുപാലത്തിലൂടെയാണ് നമുക്ക് മുളങ്കാട്ടിലേക്ക് കടക്കാൻ സാധിക്കുക. ഈ ബാംബു ഫോറസ്റ്റ് 64 ഏക്കർ വിസ്താരമുള്ള ഒരു ദ്വീപാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 1989 എസ്റ്റാബ്ലിഷ് ചെയ്തത്. റിവർ സൈഡ് കോട്ടേജസൊക്കെ ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണിത്. നാം ഈ കാണുന്നത് പോലെ ട്രഡീഷണൽ ആർട്ട് ഫോമുകളൊക്കെ ധാരാളം ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഏറുമാടങ്ങളും അവിടെ സ്ഥാപിതമാണ്. ഇവിടെയും എൻട്രി ഫീ ഉണ്ട്. എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഓപ്പണായിരിക്കും. കൂർഗിലെ ഏതാനും കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങളിവിടെ നിന്നും നേരെ മൈസൂരിലേക്കാണ് പോയത്. ഇനി അവിടുത്തെ കാഴ്ചകളുമായി വേഗം വരാം. താങ്ക് യു.